കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഇതൊരു അപ്രോച്ചാണിത്. സുവിശേഷവിഹിതമായ ഒരു സമീപനമാണ്. അതായത് ഉത്കണ്ഠ, അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള വിഷമം വ്യക്തികളുണ്ടാക്കിയാകാം, ചിലപ്പോൾ ജോലി സംബന്ധമായ കാര്യമാകാം, ന്യായമായി നമുക്ക് കിട്ടുന്ന പ്രൊമോഷൻ തടഞ്ഞു വെച്ചതാകാം, അല്ലെങ്കിൽ നമുക്ക് തരേണ്ട ലീവ് തരാത്തതാകാം, അല്ലെങ്കിൽ നമുക്ക് തരേണ്ട ലോൺ തരാത്തതാകാം. ഇങ്ങനെ ഒത്തിരിയേറെ ആൾക്കാർ ചില സമയത്തൊക്കെ നമ്മളെ അവഗണിക്കുകയോ നമ്മുടെ കാര്യങ്ങൾ നടത്താതിരിക്കുമ്പോൾ ഉത്കണ്ഠ നമുക്കുണ്ടാകും. പക്ഷേ ഉത്കണ്ഠ എന്ന് പറയുന്ന വാക്ക് ബൈബിൾ പറയുന്ന വാക്കാണ് എന്താണ്? കർത്താവ് അടുത്തെത്തിയിരിക്കുന്ന. ദിസ് ഈസ് ദ പ്രസൻസ്. ഇതാണ് സംഭവം. അപ്പോൾ ഈ അടുത്തെത്തിയിരിക്കുന്ന കർത്താവിനെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ തിരിച്ചറിയണം. ഈ അറിഞ്ഞുകൊണ്ട് ആ കൃപയിൽ നിലനിൽക്കാനും വർദ്ധിക്കാനും വേണ്ടിയാണ് നമ്മുടെ ഗ്രേസ് ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി, വരപ്രസാദത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കാൻ വേണ്ടി 35 മെറിറ്റാണെങ്കിൽ 65ലേക്ക് ഗ്രേസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് ഉടമ്പടിയിൽ അവൻ പറയണ പോലെ ചെയ്യണത്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, നിങ്ങളെൻ്റെ അടുത്ത് വന്നു. നിങ്ങൾ ലോകം മുഴുവനും പോകുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക, കർത്താവിനറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. ഇതെല്ലാ ശുശ്രൂഷകളും ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണത് എന്താണ്? കർത്താവിൻ്റെ സാന്നിധ്യമാണ്. പിന്നെ ആരാണ് ചെയ്യണത്? പിന്നെ നമ്മളല്ല ചെയ്യണത്. അതാണ് 14:10. എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക്, അതായത് പിന്നീട് നമ്മളായിരിക്കത്തില്ല ചെയ്യണത്. അതുകൊണ്ടാണ് ഇപ്പോൾ അതുൽ ജോർജിൻ്റെ സാക്ഷ്യങ്ങൾ അതുൽ ജോർജിന് അവസാനം 54 പോയിൻ്റാണ് എല്ലാം കൂടി കിട്ടിയത്. 7.5 ലക്ഷം അയച്ചു കൊടുത്തിട്ട് ഈ 54 പോയിൻ്റ് 100 പോയിൻ്റ് ആകാത്ത വിസ അവിടുന്ന് സെൻഡാകത്തില്ല. അവൻ എന്താ ചെയ്യണത്? പിന്നീട് ഉടനെ ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഇടും. അവനെല്ലാ ശുശ്രൂഷകരിലേക്കും ലിങ്ക് ചെയ്യണേ. അമ്മയെ തന്നെ ആശ്രയിച്ച് നിൽക്കുകയാണ്. ആദ്യം ഓൺലൈൻ ഉടമ്പടി, പിന്നെ തീർത്ഥാടന ഉടമ്പടി, പിന്നെ ലൈറ്റ് ആൻഡ് പേ റിക്വസ്റ്റ്. ലൈറ്റ് ആൻഡ് പേ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വിശ്വാസമാണ്. കാര്യം എന്താണ്? 30 കൊല്ലത്തോളം കൃപാസനം നടത്തിയ, കടലിലും കരയിലും നടത്തിയ കോടിക്കണക്കിന് പ്രാർത്ഥനകളുടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെയും ആസ്തിയാണ് ലൈറ്റ് ആൻഡ് പേ റിക്വസ്റ്റിൻ്റെ ബേസിൽ കിടക്കുന്നത്. അവിടെ നിങ്ങൾ ചുമ്മാ റിക്വസ്റ്റ് ചെയ്താൽ മതി. ഞങ്ങളറിയാതെ തന്നെ ദൈവം ഞങ്ങളിലൂടെ പ്രവർത്തിച്ച 30 കൊല്ലത്തെ കൃപകളിൽ നിന്ന്, ആ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. അതാണ് ലൈറ്റ് ആൻഡ് പേ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്യണത്? ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റോട് കൂടി ഞാൻ നോക്കുമ്പോൾ ഉടനെ 67 പോയിൻ്റായി. എവിടെ നിന്നൊന്നും അവനെ അറിയാൻ പാടില്ല. പിന്നെ നോക്കുമ്പോൾ 75ആയി. പിന്നെ നോക്കുമ്പോൾ പെട്ടെന്ന് 100ആയി. വിസ അവിടുന്ന് വന്നു. ഇത്രയും സ്പീഡാണ്. ഞങ്ങൾ റൈറ്റ് ആൻഡ് റിപ്പയർ റിക്വസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾ ചിലർ ചോദിക്കുമോ ലൈറ്റ് ആൻഡ് റിക്വസ്റ്റ് ഇടുക, അത് നമ്മൾ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ റിക്വസ്റ്റ് ഇടുന്ന കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടുക. നിങ്ങൾ ആദ്യം അത് ബേസിക് എന്താണെന്ന് ഞാൻ ആദ്യമേ അമ്മ ലൈറ്റ് ആൻഡ് റിപ്പയർ റിക്വസ്റ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെന്ന് പറയണത് ഇവിടെ മധ്യസ്ഥ പ്രവർത്തനം നടത്തുന്നത് മാത്രമല്ല, മറിച്ച് 30 കൊല്ലം 1.5 ലക്ഷം ആൾക്കാരെ കൊണ്ടല്ലേ ജോമാര റാലി നടത്തുന്നത്. 2.5, 10, 20 കിലോമീറ്റർ അങ്ങനെ എത്ര വർഷമായി നടത്തുന്നതാണ്. ഇവിടെ തന്നെ 1 വർഷം മുഴുവനും രാത്രിയും പകലും ജപമാല നടന്ന സ്ഥലമാണ്. ഇങ്ങനെ മാറി മാറി ജപമാല ഗ്രൂപ്പുകൾ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയ സ്ഥലം. കടലിലും കരയിലും പ്രേക്ഷിത പ്രവർത്തനം നടത്തിയതാണ്. അതിൻ്റെയൊക്കെ ഇങ്ങനെ ദൈവമായിട്ട് ജീവനെ പോലെ ദൈവത്തിൻ്റെ അടുത്ത് നിഴലുപറ്റി ഇങ്ങനെ നടന്നിട്ടല്ലേ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അമ്മ പ്രത്യക്ഷൻ്റെ ഭാഗമായിട്ടല്ലേ നമുക്ക് പിന്നീട് ഉടമ്പടി തന്നത്. ഉടമ്പടി തന്നതിൻ്റെ ഭാഗമായിട്ടല്ലേ നിങ്ങളിവിടെ ഇരിക്കണത്. ഇത് ഒറ്റടിക്ക് സംഭവിച്ചതല്ലല്ലോ, 36 കൊല്ലത്തിനുള്ളിൽ പ്രോസസ് ബൈ പ്രോസസ്സ് സംഭവിച്ചതാണ്. അപ്പം ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിലേ അനുഭവിക്കാത്ത ഒരു കാര്യവും പറഞ്ഞു തരുന്നിട്ടില്ല. ഏതെങ്കിലും പുസ്തകം വായിച്ച ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ തൊട്ട, കണ്ട, കേട്ട ദൈവം അത് നിങ്ങൾക്ക് പാസ് ചെയ്ത് തരികയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഷാർപ്പായിട്ട് അതുപോലെ തന്നെ അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അഭിഷേക രൂപങ്ങളായി മാറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. പ്രിയമുള്ളവരെ, രോഗമുള്ളിടത്ത് കൈകൾ വെക്കേണ്ടതാണ്. PCOD അതുപോലെ തന്നെ യൂട്രസിൻ്റെ ഇറക്കം അല്ലെങ്കിൽ ബ്ലീഡിങ് ഒക്കെ ഉള്ളവരെ
സിസ്റ്റുള്ളവർ, മൊത്തത്തിൽ കല്ലുള്ളവർക്ക് അടിവയറ്റ് കൈവെക്കേണ്ടതാണ്. കരളിന് അസുഖമുള്ളവർ നെഞ്ചിന് കൂടിൻ്റെ അവിടെ കൈവെക്കേണ്ടതാണ്. ഹൃദയത്തിൻ്റെ അസുഖമുള്ളവർ ഇടതുവശത്ത് കൈവെക്കേണ്ടതാണ് നെഞ്ചിൽ. സ്പോണ്ടിലോസിസ് തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിൽ കൈവെക്കേണ്ടതാണ്. പിന്നെ കുറേ രീതിയിലുള്ള രോഗങ്ങൾ, അലർജി രോഗങ്ങൾ, പ്രഷർ രോഗങ്ങൾ, ഷുഗർ രോഗങ്ങൾ, വാതരോഗങ്ങൾ അവരെല്ലാവരും ശിരസിൽ കൈവെക്കേണ്ടതാണ്. മക്കളില്ലാത്തവർ അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥതയിലാണ് പ്രാർത്ഥിക്കുന്നത്. 10,000 മനസ്സിലെടുത്ത ഉടമ്പടിയുടെ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ കർത്താവേ, നിന്റെ തിരുമുറിവാർന്നും വലതുകരം മക്കളുടെ ശിരസിലേക്ക് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയപ്പ, പിതാവായ ദൈവമേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപ്പോസ്തലന്മാരെ പോലെ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധന്മാരെ, മാലാഖമാരെ, രക്തസാക്ഷികളെ, ഈ അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മ ദേവമാതാവേ, ഇപ്പോഴെല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കർത്താവിൻ്റെ രക്തം നിങ്ങളിലേക്ക് തളിക്കപ്പെടട്ടെ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മക്കളെ, ഈ ധ്യാനം എപ്പോഴെല്ലാം എവിടെയെല്ലാം വെച്ച് ആരെല്ലാം എന്നെല്ലാം കൂടുന്നു അവിടെയെല്ലാം കർത്താവിൻ്റെ രക്തം പ്രവർത്തിക്കട്ടെ. കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടട്ടെ. ഈശോ സന്ധിബന്ധങ്ങളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഈശോ മാംസപേശികളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഈശോ രക്തഞരമ്പുകളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഈശോ ഉള്ളംകാലും ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഈശോ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാള ദൈവികമായ ശക്തിയാൽ കർത്താവിൻ്റെ സൗഖ്യം നിറയട്ടെ. അസ്ഥികളിൽ കർത്താവ് സൗഖ്യം നിറയട്ടെ. പേശികളിൽ കർത്താവിന് സൗഖ്യം നിറയട്ടെ. എല്ലാം കർത്താവ് ഉള്ളംകാൽ ഉച്ചവരെ കർത്താവ് വിശുദ്ധ രക്തത്തെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിസർപ്പ രോഗങ്ങൾ, സോറിയാസിസ് രോഗങ്ങൾ, വെരിക്കോസിൻ്റെ അസുഖങ്ങൾ, പുഴുനഖത്ത അസുഖം പോലെ കർത്താവ് എല്ലാം കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ രോഗങ്ങളാണ് അവൻ വഹിച്ചതെന്ന് പറഞ്ഞ കർത്താവെ, ആ വചന അനുസരിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നീ രോഗങ്ങൾ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്പോണ്ടിലോസിൻ്റെ കർത്താവ് തകരാറുകൾ കർത്താവെ, ഈശോയെ മുടിക്കൊഴിയുന്ന കർത്താവ്, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, ചെവിക്ക് കേൾവിക്കുറവുള്ള കർത്താവ്, പല്ലിന് വേദനയുള്ളവർ, തൊണ്ടയ്ക്ക് വേദനയുള്ളവർ, തൊണ്ടയ്ക്ക് വീക്കമുള്ളവർ കർത്താവ്, എല്ലാം കർത്താവ്, മഞ്ഞപ്പിത്തത്തിൻ്റെ രോഗമുള്ളവർ കർത്താവ്, രക്തത്തിൽ വേറെ അണക്കൾ കയറിയിട്ടുള്ള ഒരു കർത്താവ്, ഈശോയെ എല്ലാം സ്പർശിക്കണമേ കർത്താവ്. കർത്താവിൻ്റെ തിരുമുറിവാർന്ന് വലതുകരം അടിപ്പട പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി ഇറങ്ങട്ടെ. അടിപ്പട പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി ഇറങ്ങട്ടെ കർത്താവ്. മക്കളില്ലാത്തവരെ, ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവർ, കൗണ്ടില്ലാത്തവർ, ബീജത്തിന് ഓട്ടമില്ലാത്തവർ, ഗർഭവാസം ചുരുങ്ങുന്നവർ, ഗർഭവാസം ഇടിയുന്നവരെല്ലാം കർത്താവിൻ്റെ അടിവയറ്റ് കവിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ കർത്താവ്. സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ, ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം കർത്താവ് സ്പർശിക്കട്ടെ. ഈശോ മാരക രോഗികൾ കർത്താവ്, തീരെ വേദനയുള്ളൊരു കർത്താവ്, എപ്പിലെപ്സി രോഗമുള്ളൊരു കർത്താവ്, അങ്ങ് സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. കർത്താവിൻ്റെ കണ്ണച്ചെറിയട്ടെ. കർത്താവിൻ്റെ കണ്ണച്ചെറിയത് അടിപ്പെടുന്ന പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി കൊടുക്കട്ടെ. മാരക രോഗങ്ങൾ, നടുവ് രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, പങ്ക്രിയാസ് രോഗങ്ങൾ, സ്പോണ്ടിലോസിസ് രോഗങ്ങൾ, സ്പൈനൽ കോഡിന്റെ രോഗങ്ങൾ, യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ ബ്രെയിൻ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, സിസ്റ്റ് രോഗങ്ങൾ, മുഴ രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ മക്കളെ, ജോലിയില്ലാത്തവരെ, ടെസ്റ്റുകൾ എഴുതി നിൽക്കുന്നവരെ, വിസ പ്രോസസ്സിൽ ഇരിക്കുന്നവരെ, വിസ റിജക്റ്റ് ചെയ്തവരെ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവരെ, പൈസ കുടുങ്ങിപ്പോയവർ, ഈ ദിവസങ്ങളിൽ ഇൻ്റർവ്യൂവിന് അഭിമുഖീകരിക്കാൻ പോകുന്നവർ, ഈ ദിവസങ്ങളിൽ യാത്രയ്ക്ക് പോകാൻ പോകുന്നവർ, വിൽക്കാത്ത വസ്തുക്കൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ, കിട്ടാത്ത വഴികൾ, വെക്കാത്ത വീട് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. വെള്ളമില്ലാത്ത കിണറുകൾ,
ആരും ഒന്നും സഹായിക്കാനില്ലാത്തവർ, ആരും ഒരു നല്ല വാക്ക് പറഞ്ഞു കൊടുക്കാനില്ലാത്തവർ, അതിൻ്റെ പേര് ദുഃഖം അനുഭവിക്കുന്നവർ, മരിച്ചുപോയ ആൾക്കാർ ഇപ്പോഴുണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് വേദനിക്കുന്നവർ, അവരെല്ലാം സമർപ്പിച്ച് അഭിഷേകമാക്കുന്ന സമയമാണ്. എൻ്റെ മക്കളെ കൈ ഇങ്ങനെ ഒന്നെങ്കിൽ നെഞ്ചിൽ വെക്കുക, അല്ലെങ്കിൽ ശിരസിൽ വെക്കുക, ഏതാണ് എളുപ്പമെന്ന് നോക്കിയിട്ട് അതുപോലെ ചെയ്യുക. ആ മേഖലയെല്ലാം നിങ്ങളുടെ മുഴുവൻ ജീവിതാവസ്ഥകൾ കർത്താവിന് തിരുസ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, പാട്ടത്തിന് താമസിക്കുന്നവർ, വാടക പോലും കൊടുക്കാൻ നിർവാഹമില്ലാതെ വിഷമിക്കുന്നവർ, പെൺമക്കളൊക്കെ വലുതായി വന്നിട്ട് അവർക്ക് ഒരു ഇടമില്ലാത്തവർ, എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവർ, തെറ്റായ പ്രണയത്തിൽ അകപ്പെട്ടിരിക്കുന്നവർ, മാർഗമായിട്ടുള്ള ചില കൂട്ടുകെട്ടുകളിൽ ചെന്ന് അകപ്പെട്ടു പോയവർ, കേസിലകപ്പെട്ടവർ, ജയിലിലായിപ്പെട്ടുള്ളവർ, വിദേശങ്ങളിൽ ജയിലിലായിപ്പെട്ടുള്ളവർ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ആശുപത്രി കിടക്കുന്നവർ, പല കാര്യങ്ങൾക്ക് സാമ്പത്തികമായ ബ്ലോക്കുകൾ, തടസ്സങ്ങളുള്ളവർ, ജപ്തി നടപടിയെ അഭിമുഖീകരിക്കാൻ പോകുന്നവർ, ജപ്തി നടപടി നടന്നു കഴിഞ്ഞു പക്ഷെ നടത്തിയെടുക്കാത്ത രീതിയിൽ ഇപ്പോഴും അതിൻ്റെ അകത്ത് താമസിച്ചിട്ട് എവിടെ പോകണമെന്നറിയാൻ പാടില്ലാതെ അന്തം വിട്ട് നിൽക്കുന്നവർ, കുടുംബത്തിലുള്ള കലഹങ്ങൾ, ഭിന്നതകൾ, പരസ്പരമുള്ള വൈരാഗ്യങ്ങൾ കാരണം സ്വയം ശപിച്ച് കഴിയുന്നവർ, ചത്താലോന്ന് ചിന്തിക്കുന്നവർ, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ വേദന അനുഭവിക്കുന്നവരെ പരിശുദ്ധ അമ്മയുടെ തിരുസ്ഥനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ശ്രുതികട്ടെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ സ്വതന്ത്രം ചെയ്യുന്ന കർത്താവേ, ഓരോ മക്കളെ സ്പർശിക്കുന്ന കർത്താവേ, വ്യത്യസ്തങ്ങളായ ജീവിത അവസ്ഥകളിൽ വേദനിച്ച് കഴിയുന്നവരെ, തടസ്സങ്ങളുള്ളവർ, ദോഷങ്ങളുള്ളവർ കർത്താവേ, ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നവർ യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളം 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താനെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്തിലെ മാർഗരോഗങ്ങൾ, തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. മുട്ടനിക്കുക. സമാപന ആശീർവാദം. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങള് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയില് ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ.
അറിയിപ്പുകൾ. ഞായറാഴ്ചകളിൽ ഉടമ്പടി ധ്യാനം ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ ഭയങ്കരമായ രീതിയിൽ വന്ന് കഴിഞ്ഞ പ്രാവശ്യം വണ്ടി അപകടമൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഞായറാഴ്ചകളിൽ ഒരിക്കലും ഉടമ്പടി ധ്യാനം ഉണ്ടാകത്തില്ലെന്ന് എപ്പോഴും അറിയിക്കുകയാണ്. ഉടമ്പടി ധ്യാനം ഇതുപോലെ ചില ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അങ്ങനെ പരിശുദ്ധാത്മാവ് തോന്നിക്കേണ്ട ദിവസം, ഏത് ദിവസമെന്ന് അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണെങ്കിൽ നാളെ തിങ്കളാഴ്ച, ഇഷ്ടമുള്ള ദിവസങ്ങളിൽ നടക്കും. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടി ധ്യാനം, ഉടമ്പടി എടുക്കുന്നവർ ഉടമ്പടി ധ്യാനത്തിൽ കൂടേണ്ടത് ഓൺലൈനാണ്, ഇവിടെ വന്നല്ല. ഓൺലൈനിൽ എല്ലാ ചൊവ്വാഴ്ചയും ഉടമ്പടി ധ്യാനം ഉണ്ടാകും. അതാണ് നിങ്ങൾ കൂടേണ്ടത്. അത് അരമണിക്കൂർ വെച്ച് കൂടണം, 2 മണിക്കൂർ ഉണ്ടാകും ധ്യാനം. ചിലർ ഒറ്റയടിക്ക് കൂടുന്നവരുണ്ട്, അത് നിങ്ങളുടെ സൗകര്യം പോരെ. പക്ഷേ ഉടമ്പടി എടുക്കുന്ന എല്ലാവരും അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ അവൻ പറയണ അറിയണ്ടേ. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വചനം, ഉടമ്പടിയുടെ അപ്ഡേഷൻസ് എല്ലാം ഉണ്ടാകുന്നത് ഉടമ്പടിയിലാണ്. ഈ ധ്യാനം ആരാധനയാണ്. ആരാധനയിൽ നിങ്ങൾ ഇവിടെ ഉടമ്പടി ചെയ്ത വിഷയങ്ങൾ നിവൃത്തിയാകാൻ വേണ്ടിയാണ് ഞങ്ങൾ ആരാധന നടത്തുന്നത് ഞായറാഴ്ച. അപ്പോൾ നിങ്ങളത് കൂടാതിരുന്നാൽ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടിച്ചിട്ട് കാര്യമില്ല. നിങ്ങളിവിടെ ഉടമ്പടി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിവൃത്തിയാകാൻ വേണ്ടി നടത്തുന്ന ആരാധനയാണ് ഉടമ്പടി ആരാധന. അപ്പം അതുകൊണ്ട് ഉടമ്പടി കൂടുന്നവരും പുതുക്കുന്നവരും മസ്റ്റായിട്ട് അത് കൂടിയിരിക്കണം. അതാത് ആഴ്ചയിലുള്ളത്. അല്ലെ പിന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളെ കൂടിയില്ല പിന്നെ എന്ത് ചെയ്യും? പിന്നെ അതിന് ഉടമ്പടി നിങ്ങളിവിടെ കൊണ്ടുവന്ന് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ആരാധന കൂടി അതിന് നിങ്ങളുടെ അപേക്ഷകളെ പുനഃസമർപ്പണം ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ആരാധന കൂരേണ്ടതാണ്. എല്ലാ ചൊവ്വാഴ്ചയും ഉണ്ട്. ചൊവ്വ ടു ചൊവ്വയാണ് ഉടമ്പടി ധ്യാനം കൂടി തീർക്കേണ്ട സമയം. ഇരിക്കുക. രണ്ടാമത്തെ അറിയിപ്പ്, ഉടമ്പടി എടുക്കുന്നത് എല്ലാ ദിവസവും ഉടമ്പടി എടുക്കുക. പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ തീർച്ചയായിട്ടും ഉടമ്പടി ഉണ്ടാകും. നമുക്ക് ഹോളിഡേ ഇല്ല.